കുടലിൽ ചീത്ത ബാക്ടീരിയ ഉണ്ടാവുന്നത് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാവുന്നതെന്നും ഇത് താരൻ എങ്ങനെ ഉണ്ടാവണമെന്നും നോക്കാം. ഞാൻ ഡോക്ടർ ഹരിപ്രിയ, കൺസൾട്ടന്റ് മെഡിക്കെയർ ഹോമിയോപ്പതി ക്ലിനിക്, വാണിയമ്പലം. നമ്മുടെ കുടലിൽ ഏകദേശം ട്രില്യൺ കണക്കിൽ ബാക്ടീരിയാസ് ഉണ്ട്. അത് ചീത്ത ബാക്ടീരിയകളും ഉണ്ട്, നല്ല ബാക്ടീരിയകളും ഉണ്ട്. നല്ല ബാക്ടീരിയ ചെയ്യുന്നത് നമ്മൾ ശരീരത്തിൽ നമ്മൾ ഭക്ഷണം ദഹിപ്പിക്കാൻ സഹായിക്കും, അതുപോലെ ന്യൂട്രിയൻ അബ്സോർപ്ഷനും സഹായിക്കും, നമ്മളെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും, അതുപോലെ നമ്മളെ സ്കിന്നിനും ഹെയറിനും സംരക്ഷണം നൽകാൻ ഈ നല്ല ബാക്ടീരിയ നല്ലതാണ്. ഈ ചീത്ത ബാക്ടീരിയ നമ്മളെ കുടലിൽ ഉണ്ടാവുന്ന വഴി പല ലക്ഷണങ്ങളും ഉണ്ടാവും. അത് പലരും അത് ശ്രദ്ധിക്കാണ്ട് പോകുന്നതാണ് ഇതിൻ്റെ കൂടുതലാക്കി ഇത് വഷളാവാനുള്ള കാരണം. മെയിനായിട്ട് ലക്ഷണങ്ങൾ കാണിക്കും നമ്മൾ ദഹന പ്രശ്നം, നമ്മൾ വയറ് വീർത്ത പോലെ തോന്നുക, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്, ഏമ്പക്കം, പൊളിച്ചു തേട്ടൽ, മലബന്ധം, അതുപോലെ അല്ലെങ്കിൽ ലൂസ് മോഷൻ ആക്കി പോകുന്നതൊക്കെ നമ്മൾ വയറിൽ എന്തെങ്കിലും ഒരു ചീത്ത ബാക്ടീരിയ കൂടുന്നതിൻ്റെ ഒരു കാരണങ്ങളാണ് കൂടിയാണ്. അതുപോലെ നമ്മളെ ശരീരത്തിൽ നമ്മളെ സ്കിന്നിൽ അലർജി പ്രശ്നങ്ങൾ, അതുപോലെ നമ്മൾ ഇമ്മ്യൂണിറ്റി കുറയുന്ന വഴി ഇടയ്ക്കിടയ്ക്ക് ഈ തുമ്മൽ, അലർജി, നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരുന്നതൊക്കെ ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ കുടലിലുള്ള ഈ ബാക്ടീരിയ ഇത് കൂടുതലാവുമ്പോൾ, ഈ ചീത്ത ബാക്ടീരിയ കൂടുതലാവുമ്പോൾ നമ്മൾ നല്ല ബാക്ടീരിയ കുറയുകയും ഈ ചീത്ത ബാക്ടീരിയ കാരണം നമ്മൾ ബോഡിയിൽ ഗട്ടിൽ ഇൻഫ്ലമേഷൻ സംഭവിക്കും. ഈ ഇൻഫ്ലമേഷൻ സംഭവിക്കുന്ന വഴി നമ്മൾ ഗട്ടിൽ ലീക്കി ആവാനും, ഈ ഗട്ട് ലീക്ക് ലൈനിങ് ലീക്ക് ആവുന്ന വഴി നമ്മൾ ബാക്ടീരിയൽ ടോക്സിൻസ് ഒക്കെ ഈ ബ്ലഡിലോട്ട് വരും. ഈ ബ്ലഡിലോട്ട് വന്നതിന് ശേഷം ഈ നമ്മളെ ഇമ്മ്യൂണിറ്റി ആകെ ഇംബാലൻസ് ആയിട്ട് നമ്മളെ ഗട്ടിൽ കൂടുതൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ ഇൻഫ്ലമേഷൻ കൂടുന്ന വഴി നമ്മളെ സ്കാൽപ്പിൽ, നമ്മളെ സ്കിന്നിലൊക്കെ ഈ ഓയിൽ പ്രൊഡക്ഷൻ, സെബത്തിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. ഇതുവഴിയാണ് നമ്മളെ സ്കാൽപ്പിൽ അത് ഇറിറ്റൻ്റ് ആവുന്നതും നമ്മൾ ഫ്ലേക്സ് ആയിട്ടും ചൊറിച്ചിലും എല്ലാം കാണുന്നത്. ഇതാണ് ഈ താരനെ വഷളാക്കാൻ കൂടുതലായിട്ട് ഈ ചീത്ത ബാക്ടീരിയ കാരണം എന്ന് പറയുന്നത്. എല്ലാവരുടെയും സ്കാൽപ്പിൽ ഈ ഒരു മെലാസീസിയ ഫംഗസ് കാണപ്പെടുന്നത് ഇത് നോർമലാണ്. പക്ഷേ നമ്മളെ ബോഡിയിൽ ഓയിൽ പ്രൊഡക്ഷൻ കൂടുകയും അതുപോലെ നമ്മളെ ഇൻഫ്ലമേഷൻ കൂടുന്ന വഴിയാണ് ഈ സ്കാൽപ്പിൽ ഫ്ലേക്സ് ആയിട്ടും ഇറിറ്റേറ്റ് ആവാനും തുടങ്ങുന്നത്. അതുവഴിയാണ് ഈ താരൻ ഉണ്ടാവുന്നത്. നമ്മളെ സ്കിന്നിൽ ഈ ഒരു ഓയിൽ പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ സെബം കൂടുന്ന വഴി, നമ്മളെ ഇൻഫ്ലമേഷനും ഈ ഓയിൽ പ്രൊഡക്ഷനും കൂടുന്ന വഴി നമ്മൾ സ്കാൽപ്പിൽ ഇറിറ്റേറ്റ് ആവാനും ഈ ഒരു മലസീസിയ എന്നുള്ള ഫംഗസിൻ്റെ ഗ്രോത്തിന് കൂടുതൽ സഹായിക്കും. അതുവഴി ഈ ഫംഗസ് ഓവർ ഗ്രോത്ത് ചെയ്യുകയും ചെയ്യും. അതുപോലെ സ്കാൽപ്പ് ഇറിറ്റേറ്റ് ആവും. ഈ താരൻ, ഡാൻഡ്രഫ് പോലെയുള്ള കണ്ടീഷൻസ് വരാൻ കൂടുതൽ സാധ്യത ഉണ്ട്. നമ്മൾ ഈ ഗട്ട് ഇംബാലൻസ് ഇല്ലെങ്കിൽ ഈ ഒരു ചീത്ത ബാക്ടീരിയ കൂട്ടുന്ന ഭക്ഷണങ്ങളാണ്, അവരെ കൂടുതലായിട്ട് വളർത്തുന്നൊരു ഭക്ഷണങ്ങളാണ് ഈ ജങ്ക് ഫുഡ്, അതുപോലെ ഹൈ ആയിട്ട് എക്സസ് ആയിട്ടുള്ള ഷുഗറി ഐറ്റംസ്, മൈദ പ്രൊഡക്ട്സ്, അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ്. ഇതൊക്കെ ഈ ചീത്ത ബാക്ടീരിയനെ കൂടുതലാക്കാനാണ് സഹായിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നല്ല ബാക്ടീരിയനെ വളർത്താനുള്ള ഡയറ്റിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക. അത് നമ്മളെ പ്രോബയോട്ടിക് ഫുഡായിട്ടുള്ള തൈര്, ബട്ടർ മിൽക്ക്, അതുപോലെ ഹോം മെയ്ഡ് പിക്കിൾസ് ഒക്കെ നല്ലതാണ്. അതുപോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ്, നമ്മൾ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുന്ന വഴി മലബന്ധം കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ കൂടുതലായിട്ട് നമ്മൾ പച്ചക്കറികൾ, ധാന്യങ്ങൾ, നട്ട്സ്, അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ കൂടുതലായിട്ട്, ഫ്രൂട്ട്സ് എല്ലാം കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതുപോലെ ദിവസവും കൂടുതലായിട്ട് 2 to 3 ലിറ്റർ വെള്ളമെങ്കിലും ഡെയിലി കുടിക്കുന്നത് നമ്മൾ നല്ലൊരു കുടലിലുള്ള ഫംഗസിനെ, ചീത്ത ബാക്ടീരിയനെ കുറയ്ക്കാനും നല്ല ബാക്ടീരിയനെ കൂട്ടാനും ഈ ഒരു ഭക്ഷണങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും നമുക്ക് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഫുഡ്, നമ്മൾ ചീത്ത ബാക്ടീരിയനെ കൂട്ടുന്ന ഭക്ഷണങ്ങൾ കുറയ്ക്കുകയും അതുപോലെ നല്ല ബാക്ടീരിയനെ കൂട്ടാനുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കൂടുതലായിട്ടുള്ള ഈ ഒരു ഗട്ട് ഇംബാലൻസ് കാരണമുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഈ ഡാൻഡ്രഫ്, ഹെയർ ഫോൾ കൂടാതെ പല കാരണങ്ങളും സ്കിൻ അലർജി സംബന്ധമായ ബുദ്ധിമുട്ടും എല്ലാം വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ്. ഈ കുടലിലുള്ള ഈ ബാക്ടീരിയ ഇംബാലൻസ് ആവുന്ന വഴി നമ്മളെ ന്യൂട്രിയൻ അബ്സോർപ്ഷൻ കുറയുകയും നമ്മളെ ഇമ്മ്യൂണിറ്റി ഇംബാലൻസ് കുറയുകയും അതുവഴി നമ്മളെ ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർപ്ഷൻ, നമ്മളെ ദഹന പ്രശ്നങ്ങളൊക്കെ ബുദ്ധിമുട്ട് ഉള്ളവരാണെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക. നമ്മളെ ഡയറ്റിൽ കൂടുതൽ ഉൾപ്പെടുത്തേണ്ടതൊക്കെ ഡെയിലി ഉൾപ്പെടുത്തുക. അതുവഴി നമുക്ക് ഇത് നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ്. ഇതുപോലെ ദഹന പ്രശ്നങ്ങളോ എന്തെങ്കിലും വൈറസ് സംബന്ധമായ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ, ഈ ഡയറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും എന്നിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് മാറുന്നില്ലെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്ത് മാറ്റാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.